ഹലോ ഹായ്. ഇന്ന് നമ്മൾ 1.3 ആണ് നോക്കാൻ പോകുന്നത്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ. ഇത് നമുക്കറിയാലോ, എന്തായാലും ഇതിന് ഈ ഒരു പാർട്ടിയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവണ ഒരു ഏരിയയാണ്. അതായത് നമ്മൾ എന്തായാലും വിട്ട് കളയാതെ പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നോക്കാൻ പോണേ. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലിരുന്ന് നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. എന്താണ് സംഭവം എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അല്ല എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും, പോയിൻ്റായിട്ട് എഴുതാൻ പറ്റും. കാരണം നമ്മളിത് ആദ്യമായിട്ട് കേൾക്കണതല്ല അല്ലേ. എന്താണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, പർച്ചേസ് ഓഫ് മെഷീനറി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഒന്ന് പർച്ചേസ് ഓഫ് മെഷീനറി, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ് ഡെവലപ്മെൻറ്റ് ഓഫ് വെബ്സൈറ്റ് അല്ലേ. അങ്ങനെ ഹെവി റിപ്പയേഴ്സ് ഓഫ് നോൺ കറണ്ട് അസറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, എന്താണ് ഒരു അസറ്റ് അല്ലേ, ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദീർഘനാളത്തേക്കുള്ള ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നോക്കി റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കി, എന്താണത്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ സെയിൽ അല്ലേ. എന്താണ്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പേയ്മെന്റ് ഓഫ് റിക്കറിംഗ് എക്സ്പെൻഡിച്ചർ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റിന്റെ എന്തെങ്കിലും ഹെവി റിപ്പയേഴ്സ് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ചെറിയ ചെറിയ റിപ്പയേഴ്സ് ഒക്കെ വരില്ലേ, അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് വെച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റി, നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി ഇതിനെക്കുറിച്ച് പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ എൻജോയ്ഡ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് പീരീഡ്. അതായത് ലോങ് ടേം ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയാം അല്ലെ. എക്സാമ്പിളിൽ നിന്നാണ് നമുക്ക് മനസ്സിലായതാണ്, ഷോർട്ട് ടേം അല്ല, എന്താണ് ലോങ് ടേം ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുക. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും നേരെ തിരിച്ച് എന്തായിരിക്കുള്ളൂ, ഷോർട്ട് ടേം ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ എൻജോയ്ഡ് ഫോർ ഓൺലി വൺ അക്കൗണ്ടിംഗ് പീരീഡ് ആണ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എന്താണത്, നോൺ റിക്കറിംഗ് നേച്ചർ ആണ്. ഏത് നേരം ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ പോലെ നമുക്ക് ഇങ്ങനെ ഏത് നേരം ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത്ര വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങൾ അല്ല, എപ്പോഴെങ്കിലും ഒന്ന് സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ. റവന്യൂ എക്സ്പെൻഡിച്ചർ റിക്കറിംഗ് നേച്ചർ ആണ് അല്ലെ, ഡെയിലി നമുക്കത് റിക്കറായിട്ടേ ഇരിക്കും. ഇനി എന്താണ്, ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് എവിടെയാണ്, ബാലൻസ് ഷീറ്റിലാണ് റിഫ്ലക്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ്. ഇനി നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഇതിനെ അപേക്ഷിച്ച് നോക്കിയാൽ കുറച്ച് പൈസയിലേ പോകുള്ളൂ റവന്യൂ എക്സ്പെൻഡിച്ചർ. ആ റവന്യൂവിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എക്സാമ്പിൾ വെച്ച് നോക്കി നമുക്കിത് കണക്ട് ആവുന്നില്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഇറ്റ് മേ ബി ഇൻകർ ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ഫൈൻ എൻറ്റിറ്റി. അതായത് ഒരു കമ്പനിയോ ഫോമോ ബിസിനസ് എന്തെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയോ പിന്നെയോ ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും, ഇത് റിലേറ്റഡ് ആയിട്ട് ബിസിനസ്സിനോ റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള ഒരു ഇതിൽ വരാറുണ്ടായിരുന്നു. ഓക്കെ, ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഒരിക്കലും ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേയുള്ള എക്സ്പെൻസ് നമ്മളതിൽ പെടുത്താറില്ല. ഏത് മാത്രമേ പെടുത്തുള്ളൂ, നമ്മൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സ്പെൻസ് മാത്രമേ റവന്യൂ എക്സ്പെൻഡിച്ചർ പെടുത്തുള്ളൂ. ഓക്കെ, ഇറ്റ് ടെൻഡ്സ് ടു ഇൻക്രീസ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓർ റെഡ്യൂസ് ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് ആൻ എൻറ്റിറ്റി. എന്താണ്, ഏണിംഗ് കപ്പാസിറ്റീനെ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് അല്ലേ. എന്താണ്, റെഡ്യൂസ്ഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് ആൻ എൻറ്റിറ്റി, അതിനെയാണ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിലും റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ക്യാരിയിങ് ഓൺ ദി ആക്ടിവിറ്റി ഇൻ ദി കറണ്ട് അക്കൗണ്ടിംഗ് പീരീഡ്. A portion of capital expenditure may get matched against the revenue to determine the operating result. അത് നമ്മൾ പറഞ്ഞു അല്ലെ, മാച്ചിങ് കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യണം. എന്താണ്, ഒരെണ്ണത്തിൻ്റെ റവന്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വന്നേക്കണ എക്സ്പെൻസും ആ വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്യണം അല്ലെ. അതേപോലെ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ may get matched against the revenue to determine the operating expense അല്ലെ, may get ആണ്. Okay, entire amount of such expenditure is matched against the revenue to determine the operating result. Operating result നോക്കാൻ നേരത്തേക്ക് നമുക്ക് എന്തായിരിക്കും, റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ എല്ലാ എക്സ്പെൻഡിച്ചറും മാച്ച് ആവും
ഓക്കെ, റവന്യൂ ആയിട്ട് മാച്ച് ആവുന്നുണ്ടാവും. പിന്നെ നമ്മൾ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിപ്പോയതാണ്. ഓക്കെ, പിന്നെ ഹെവി റിപ്പയർസ് ഓഫ് അതൊക്കെ പറഞ്ഞാണ്. ഇനി ഈ അടുത്ത് എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ക്യാപിറ്റൽ റെസിപ്റ്റ്സും റവന്യൂ റെസിപ്റ്റ്സും എന്നാണ്. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇനി പഠിക്കാൻ പോകുന്നതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും റവന്യൂ റെസിപ്റ്റ്സും. ഓക്കെ, ക്യാപിറ്റൽ റെസിപ്റ്റ്സും റവന്യൂ റെസിപ്റ്റ്സും എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്യാപിറ്റൽ റെസിപ്റ്റ്സും റവന്യൂ റെസിപ്റ്റ്സിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കി നിങ്ങൾ. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെ, നമ്മുടെ ഒരു ബിസിനസ്സിലോട്ട് അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ തന്നെ റെസീപ്റ്റ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർസ്. ഫോൺ വന്നതുകൊണ്ടാണ്. ഓക്കെ, സൗണ്ട് കേട്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയോ എന്നുള്ളത് അറിയില്ല. ഇനി അത് തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്ക് എന്തായിട്ട് വരും? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് വരും. അതേപോലെ തന്നെ റെസിപ്റ്റ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഫ്രഷ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന അതിൻ്റെ റെസിപ്റ്റ്സ് വരും. പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ലോങ് ടേം അസറ്റ്സ്. ഓക്കെ, ലോങ് ടേം അസറ്റ്സ് എല്ലാം സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകമില്ലേ, അതും ഇതിലാണ് വരുന്നത്. ഇനി അപ്പുറത്താണെങ്കിലോ റവന്യൂ ആണെങ്കിലോ കളക്ഷൻ ഫ്രം കസ്റ്റമേഴ്സ് ഫോർ ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, എന്താണ് ഗുഡ്സ് സോൾഡ്? നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് എല്ലാം നമ്മൾ ക്രെഡിറ്റിന് വിൽക്കാൻ നേരത്ത് കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട്. ഫീസ് റിസീവ്ഡ് ഫോർ സർവീസ് റെൻഡേർഡ് ഇൻ ദി ബിസിനസ്. റൈറ്റ് ഓഫ് ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ്. ഓക്കെ, റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞ സാധനമാണ് തിരിച്ച് നമുക്ക് വരാൻ നേരത്തെ അതെന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. Okay, capital receipts. These receipts are obtained by an entity from operation other than from the regular operation. Okay, regular operation എന്നല്ല, regular operation നിന്ന് കിട്ടുന്ന ഇൻകം അല്ലേ. നമുക്ക് ഈ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ റെഗുലർ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ല. അതല്ലാതെ ഉള്ളതാണ് നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിലോ ആ ഇതിൽ റെഗുലർ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആയിരിക്കുള്ളൂ, ഡേ ടു ഡേ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആയിരിക്കുള്ളൂ റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് വരുന്നത്. These receipts are obtained by an entity from regular day-to-day operations. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇറഗുലർ, ഹെൻസ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ അല്ലേ. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പഠിച്ച ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞോളാം. ഇതെന്താണ്? നോൺ റെക്കറിംഗ് ആണ്, ഇത് ഇറഗുലർ ആണ്. ഇതാണെങ്കിലോ റവന്യൂ ആണെങ്കിലോ ഇറ്റ് ഈസ് റെക്കറിംഗ് ഇൻ നേച്ചർ ആണ്. അടുത്ത പോയിന്റ് എന്താ? ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് ഇൻകം അല്ലേ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് നമുക്ക് ഇൻകം ആയിട്ടല്ല കാണിക്കുന്നത്, പക്ഷേ ഇത് റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിലോ അവിടെ ഇൻകം ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് ആൻ എൻറ്റിറ്റി. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഒരിക്കലും എന്താണ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് എൻറ്റിറ്റിയിലോ ഓപ്പറേറ്റിംഗ് റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യില്ല. ഇതെന്താണ്? റവന്യൂ റെസിപ്റ്റ് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് മേ റിസൾട്ട് ഇൻ ക്രിയേഷൻ ഓഫ് ലയബിലിറ്റി. എന്താണ്? ഇതെന്ത് ചെയ്യുന്നു? ക്രിയേഷൻ ഓഫ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. ഇറ്റ് മേ റിസൾട്ട് ഇൻ ക്രിയേഷൻ ഓഫ് ലയബിലിറ്റി. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലയബിലിറ്റി. റവന്യൂ റെസിപ്റ്റ്സ് ഒരിക്കലും അത് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യില്ല. ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ലയബിലിറ്റി. ഇതെന്ത് ചെയ്യുന്നു? അസറ്റിന്റെ വാല്യൂനെ കുറയ്ക്കുന്നു, അതേപോലെ ലയബിലിറ്റി കൂട്ടുന്നു. ഓക്കെ, ഡസ് നോട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വാല്യൂ ഓഫ് അസറ്റ്. നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിലോ അത് ഇൻക്രീസും ചെയ്യുന്നില്ല ഡിക്രീസും ചെയ്യുന്ന, അത് വാല്യൂൻ്റെ അസറ്റിനെ ഒന്നും ഇൻക്രീസോ ഡിക്രീസോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് നമുക്ക് 1.3 മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്, പ്രോബ്ലം അല്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ് ക്യാപിറ്റലും റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റ്സും. അപ്പോൾ നമുക്കത് ആ എന്താ പറയുക ചെറിയൊരു ടോപ്പിക്കാണ്. ആ ചെറിയ ടോപ്പിക്കിലിരുന്ന് തന്നെ നമുക്ക് എന്താ പറയുക ചിലപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാവുന്നത് എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് വിട്ട് കളയാതെ എല്ലാവരും ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് തന്നെ പോവാം. ഓക്കെ.